വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആകെ ദേഷ്യം വരുന്ന വിഷ്ണു ആണെങ്കിൽ അങ്ങ് റൂം തുറന്ന വെളിയിലേക്ക് പോയിട്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. കാർത്തികയാണെങ്കിൽ വിഷ്ണുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. അത്രയുമാണ് ആ സീനിൽ കാണിക്കുന്നത്. അതിനുശേഷം കുടുംബശ്രീ വീടാണ്. അവിടെ ശാരദാമ്മയാണെങ്കിൽ സത്യയെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഉറക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ കഥയൊന്നും വേണ്ടാന്നും പറഞ്ഞ് സത്യ അങ്ങോട്ട് വാശി പിടിക്കുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ ദേഷ്യത്തോടു കൂടി വന്നിട്ട് അവൾക്ക് മനുഷ്യരുടെ കഥ എങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, മൃഗങ്ങളുടെ കഥയൊന്നും വേണ്ട, ഗാന്ധർവ വിവാഹം കഴിഞ്ഞിട്ട് ദുഷ്യന്തൻ്റെ അടുത്തേക്ക് മോതിരവുമായി പോയ ശകുന്തളയുടെ കഥ എങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ഗോപാലകൃഷ്ണൻ വന്ന് അവരുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ തന്നെ ഗോപാലകൃഷ്ണനെ നോക്കുകയാണ്. അന്നേരം സത്യമാണെങ്കിൽ ഇതെല്ലാം അങ്ങോട്ട് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, തുടർന്ന് ഈ ശാലിനി പോയതിനെക്കുറിച്ച് ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ് ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നത്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഈ കുട്ടിയെ ഉറക്കാനും സമയത്ത് ഭക്ഷണം കൊടുക്കാനും ഒക്കെ എന്തൊരു പാടാണ്, സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെയാണ് വൈദ്യർ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഫിക്സ് വരും, കഷായവും മരുന്നൊക്കെ എങ്ങനെയാണ് കൊടുക്കുക എന്നും പറഞ്ഞിങ്ങനെ ശാരദാമ്മ സങ്കടപ്പെടുമ്പോൾ ഇവളുടെ മരുന്ന് ഇവളുടെ അമ്മ തന്നെയാണ്, അല്ലാതെ ഒരു രക്ഷയുമില്ല, കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കള്ളമില്ല എന്നാണ്, വരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ദൈവം അങ്ങോട്ട് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉപദേശമൊക്കെ പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മയോട് സത്യ ചോദിക്കുന്നുണ്ട്, പിന്നെ അമ്മ എപ്പോഴാണ് വരുന്നത് എന്നുള്ളത്, അമ്മ വരുമ്പോൾ അച്ഛനും കൂടെ വരുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മ ക്യാമ്പിനല്ലേ പോയിരിക്കുന്നത്, അപ്പോൾ അച്ഛൻ വന്നാൽ അമ്മ എവിടെ കാണില്ലല്ലോ, അമ്മ വന്നതിന് ശേഷം അച്ഛൻ വന്നാൽ പോരെയും ചോദിക്കുമ്പോൾ അത് മതി, എനിക്ക് രണ്ടാളെയും ഒന്നിച്ച് കാണണം എന്നിങ്ങനെ സത്യ പറയുന്നുണ്ട്. തുടർന്ന് മോൾ ഉറങ്ങിക്കോ, അപ്പോൾ അച്ഛനെ സ്വപ്നത്തിൽ കാണാമെന്ന് പറയുമ്പോൾ ഇന്നിനി എനിക്ക് അച്ഛനെ സ്വപ്നം കാണണ്ട, ഞാൻ സ്വപ്നത്തിൽ അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ടാറ്റ പറഞ്ഞ് എങ്ങോട്ടോ പോയി, ഞാൻ വിളിച്ചിട്ട് നിന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, അതൊക്കെ വെറുതെയാണ്, നമ്മളുടെ തോന്നലാണെന്ന് പറയുമ്പോൾ അല്ല ശാരദാമ്മയെ, അച്ഛൻ്റെ കൈ പിടിച്ച് വേറൊരു പെണ്ണും കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം അതാര് എന്നിങ്ങനെ ശാരദാമ്മ പെട്ടെന്ന് എടുത്ത വായിൽ ചോദിക്കുമ്പോൾ അതെനിക്കറിയില്ല, ഞാൻ വിളിച്ചിട്ട് മിണ്ടാതെ അങ്ങ് പോയി, അതുകൊണ്ട് അച്ഛനെ ഇന്നിനി എനിക്ക് സ്വപ്നത്തിൽ കാണണ്ട എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നും സംഭവിക്കില്ല, അമ്മ വന്നതിന് ശേഷം അച്ഛനും വരും, മോൾ അങ്ങോട്ട് ഉറങ്ങുമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഉറക്കാനുള്ള ശ്രമത്തിലാണ് ശാരദാമ്മ. അന്നേരം കുഞ്ഞ് മടിയിലേക്ക് കിടക്കുമ്പോൾ ശാരദാമ്മ ആലോചിക്കുന്നുണ്ട്, വിഷ്ണുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് കാർത്തികയുമായിട്ട് വന്നിറങ്ങുന്ന ആ ഒരു സീൻ ശാരദാമ്മ ഇങ്ങനെ മനസ്സിൽ ഓർത്ത് വിഷമിക്കുകയാണ്. തുടർന്ന് പിറ്റേന്ന് രാവിലെ സത്യയെ സ്കൂളിലേക്ക് അയക്കാനായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് ശാരദാമ്മ റെഡിയാക്കുകയാണ്. അന്നേരം ശാരദാമ്മയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സത്യമേ പറയാവുള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ സത്യമോളോട് ഞാൻ സത്യമേ പറയാറുള്ളൂ എന്താണെന്ന് ചോദിക്കുകയെന്ന് പറയുകയാണ്. അന്നേരമായ ചൈന കോളനിയിലെ കുട്ടികളുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തിയത് എൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അത് ആരാ മോളോട് പറഞ്ഞത് എന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന മീനാക്ഷിയാണ് പറഞ്ഞത്, അമ്മ കാരണമാണ് പിന്നെ ആ കുട്ടികളുടെ ഭക്ഷണത്തിലൊക്കെ അവരൊക്കെ ഹോസ്പിറ്റലിലായത്, സ്വാധീനം ഉപയോഗിച്ച് നിയമത്തിൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെട്ടാലും ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അവൾ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ സത്യമാണോ എന്നിങ്ങനെ കുട്ടി ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല, അമ്മ ഈ ശാരദാമ്മയുടെ മകളാണ്, നമ്മൾ ആരുടെയെങ്കിലും ഭക്ഷണത്തിൽ വിഷം കലർത്തിയാലല്ലേ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, അതുകൊണ്ട് അന്നമാണ് ദൈവം എന്നാണ് ഈ ശാരദാമ്മ വിചാരിക്കുന്നത്. ഈ കൈ കണ്ടോ, ഒരുപാട് പേർക്ക് ഭക്ഷണം വിളമ്പിയ കൈയാണ്, ഒരു കരട് ആ ഭക്ഷണത്തിൽ കണ്ടാൽ അത് വിളമ്പാതെ മാറ്റി വെക്കുന്നതാണ് ഈ ശാരദാമ്മ, അതുകൊണ്ട് മോളുടെ അമ്മയെ അങ്ങനെയൊന്നും ചെയ്യില്ല, അവളൊക്കെ വെറുതെ കളിപ്പിക്കാനായിട്ടാണ് പറയുന്നത് എന്നിങ്ങനെ മോളൊന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് സത്യഭാമയുടെ വീട്ടിലെ അടുക്കളയിലാണെങ്കിൽ ശാലിനിയാണെങ്കിൽ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് പരത്താനുള്ള ശ്രമത്തിലാണ്. അതേസമയം വിഷ്ണു ആണെങ്കിൽ അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ കാണുകയാണ്. അന്നേരം എന്തു പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുക, എങ്ങനെയാണ് സംസാരിക്കുക എന്നും പറഞ്ഞിട്ട് വിഷ്ണു ആ വാതിൽക്കൽ നിൽക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് വരാനുള്ള പ്ലാനാണല്ലോ, സംസാരിക്കാനാണല്ലോ, എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ശാലിനി മനസ്സിൽ കരുതുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ചുമച്ച് കാണിക്കുകയാണ്. അന്നേരം വെള്ളമാണല്ലേ വിഷയം എന്നിങ്ങനെ ശാലിനി മനസ്സിൽ കരുതുന്നുണ്ട്. ശാലിനി ശ്രദ്ധിക്കുന്നില്ല. അന്നേരം വിഷ്ണു ആണെങ്കിൽ ഒന്നുകൂടെ ചുമച്ച് ശാലിനിയുടെ അടുത്തേക്ക് വരികയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ചുമച്ച് കാണിക്കുമ്പോൾ എന്താണെന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം ചുമക്കുന്ന കണ്ടില്ലേ, ഇത്തിരി വെള്ളം തന്നൂടെ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊരു ജോലി ചെയ്യുന്ന കണ്ടില്ലേ, 2 കൈ ഒഴിവില്ല, അങ്ങോട്ട് എടുത്തു കുടിച്ചൂടെ എന്നും പറഞ്ഞ് ശാലിനിയും ദേഷ്യപ്പെടുകയാണ്. അന്നേരം ഇതിപ്പോൾ മനുഷ്യൻ ചുമച്ച് ചാവുമല്ലോ, എവിടെയാണ് വച്ചിരിക്കുന്നതെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. തുടർന്ന് അവിടെ വെള്ളം ഇരിപ്പുണ്ട്, ജഗ്ഗിലിരിക്കുന്ന കണ്ടില്ലേ, എടുത്ത് കുടിച്ചൂടെ എന്നിങ്ങനെ ശാലിനി ചോദിക്കുകയാണ്. വെള്ളം തിളപ്പിച്ച് വയ്ക്കുന്നത് മേശപ്പുറത്താണെന്നറിയാം, ജഗ്ഗിലാണെന്നറിയാം, അത് പിന്നെ കുടിച്ചൂടെ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ വിഷ്ണു ആ വെള്ളം എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ശാലിനി. അന്നേരം ഇതിപ്പോൾ കുടിക്കണ്ടേ കുടിക്കാനുള്ള ആവശ്യമല്ലേ എന്ന് ചോദിക്കും. വേണം. വിഷ്ണു ആ കള്ളത്തരം മറയ്ക്കാനായിട്ട് പെട്ടെന്ന് ആ ജഗ്ഗിലെ വെള്ളം ഇങ്ങനെ കുടിക്കുകയാണ്. എന്നിട്ടും ശാലിനി മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ വിഷ്ണു വിചാരിക്കുകയാണ്, ഇനി എങ്ങനെയാണ് സംസാരിച്ച് തുടങ്ങുക എന്നും പറഞ്ഞിട്ട്
വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങിയാണ്. അന്നേരം ശാലിനിയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു അങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെ അങ്ങ് പോവുകയാണോ, അങ്ങോട്ടൊരു ഉപകാരം ചെയ്താൽ ഇങ്ങോട്ടും ഒരു ഉപകാരം ചെയ്തുകൂടെ, അതല്ലേ മര്യാദ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം അതല്ല, ഫോൺ അടിക്കുന്നത് കണ്ടില്ലേ, അതൊന്ന് ഓണാക്കി എൻ്റെ ചെവിയിലേക്ക് വെച്ച് തരാനായിട്ട് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ഞാനോ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം അതെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിഷ്ണു ആണെങ്കിൽ ഫോൺ എടുത്ത് ഓണാക്കിയിട്ട് വിഷ്ണുവിൻ്റെ ചെവിയിലേക്ക് ഇങ്ങനെ വെക്കാൻ പോവുകയാണ്. അന്നേരം അവിടെയല്ല ഇവിടെ എന്നിങ്ങനെ ശാലിനി കാണിക്കുന്നുണ്ട്. അന്നേരം ശാലിനിയുടെ ചെവിയിലേക്ക് ഇങ്ങനെ വിഷ്ണു വെച്ചു കൊടുക്കുകയാണ്. അന്നേരം പറയാനു എന്നിങ്ങനെ ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ശാലിനി ആണെങ്കിൽ അങ്ങ് മുന്നോട്ട് മാവ് എടുക്കാനുള്ള പ്ലേറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അന്നേരം വിഷ്ണു അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതനുസരിച്ച് വിഷ്ണു ഫോൺ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ശാലിനിയുടെ പുറകെ നടന്നിട്ട്. അന്നേരം ശാലിനി ഫോണിൽ സംസാരിക്കുന്നുണ്ട്. ഇനിയെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയാനായിട്ട് അയാളോട് പറ എന്നിങ്ങനെ. അന്നേരം വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ശാലിനി അങ്ങ് മാറുമ്പോൾ വിഷ്ണു അവിടെ തന്നെ നിൽക്കുകയാണ്. അന്നേരം ഇങ്ങോട്ട് ഫോൺ വെക്കുകയെന്ന് ശാലിനി വീണ്ടും പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു ശാലിനിയുടെ ചെവിയിലേക്ക് ഇങ്ങനെ ഫോൺ വെക്കുകയാണ്. കാര്യങ്ങൾ തുറന്ന് സംസാരിച്ചില്ലെങ്കിൽ കുടുംബം വഴിയാധാര ആയി പോകും. ഇങ്ങനെ ചുമച്ച് കുരച്ച് നടക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആളുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് തന്നെയാണ് എന്നുള്ളത് അവിടെ മനസ്സിലാവുകയാണ്. തന്നെ കൊള്ളിച്ചാണ് പറയുന്നത് എന്നുള്ളത്. അമ്മയുടെ വാക്ക് കേട്ട് ജീവിതകാലം മുഴുവൻ കഴിയാനാണ് ഭാവമെങ്കിൽ വയസ്സുകാലത്ത് താങ്ങായിട്ട് ആരും കാണില്ല എന്നൊക്കെ പറയുമ്പോഴും വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട്, തന്നെ കൊള്ളിച്ചാണ് പറയുന്നത് എന്നുള്ളത്. പരസ്പരം ഉള്ളിലുള്ളത് അങ്ങോട്ട് തുറന്ന് പറഞ്ഞാലേ ഒരു കുടുംബം നല്ല രീതിക്ക് പോകൂ എന്നിങ്ങനെയൊക്കെ പറയുമ്പോൾ വിഷ്ണു ദേഷ്യപ്പെടുകയാണ്. എനിക്ക് കൈ കഴിക്കുന്നു എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം എന്ത് എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ അതെ എനിക്ക് കൈ കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹൃദയത്തിലുള്ളത് കയ്യിലേക്ക് വന്നതായിരിക്കുമെന്ന് പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരികയാണ്. തന്നെ കളിയാക്കിയാണ്, തന്നെ കൊള്ളിച്ചാണ് പറയുന്നതെന്ന് അവിടെ വിഷ്ണുവിന് മനസ്സിലാവുമ്പോൾ ഞാൻ പിന്നെ വിളിക്കാം അനു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അന്നേരം ഫോൺ കട്ട് ചെയ്തു എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ വിഷ്ണു ആ ഫോൺ അങ്ങോട്ട് എടുത്തിട്ട് വിഷ്ണു ആ ഫോണിൽ ഡിസ്പ്ലേയിലേക്ക് നോക്കുന്നുണ്ട്. അന്നേരം അതിൽ കോൾ എടുത്തപ്പോഴേ കട്ടായി എന്നുള്ളത് വിഷ്ണുവിന് മനസ്സിലാവുകയാണ്. അന്നേരം വിഷ്ണുവിന് ആകെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, നേരം പോക്കാവാം പക്ഷേ മറ്റുള്ളവരുടെ വേദന കണ്ടിട്ടാവരുത്. ഇപ്പോൾ താൻ കളിക്കുന്നത് സ്വന്തം നിഴലിനോടാണ് എന്നുള്ളൊരു ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു കൈ ചൂണ്ടി ആകെ ദേഷ്യപ്പെട്ട് അങ്ങ് ശാലിനിയോട് സംസാരിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് വിഷമം വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ ആ ദേഷ്യപ്പെടലിൽ. അന്നേരം വിഷ്ണു എന്നിങ്ങനെ സത്യഭാമ അകത്തു നിന്ന് എവിടെ നിന്നോ അങ്ങനെ വിളിക്കുമ്പോൾ സത്യാമ്മ വരുന്നു, വിഷ്ണുവേട്ടൻ അങ്ങോട്ടത്തേക്ക് പൊക്കോ എന്ന് പറയുമ്പോൾ വീണ്ടും ശാലിനിയോട് ദേഷ്യത്തിൽ എന്നെ കൂടുതൽ വിഷമിപ്പിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞിങ്ങനെ സംസാരിക്കാനായിട്ട് വരുമ്പോൾ വീണ്ടും സത്യഭാമ അവിടെ നിന്ന് വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു ആകെ ദേഷ്യപ്പെട്ട് കൈയൊക്കെ ചൂണ്ടി ഇങ്ങനെ ഓങ്ങി കാണിച്ചിട്ട് അങ്ങ് പോകുന്നുണ്ട്. പക്ഷേ അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് വിഷമമാവുകയാണ്. അവിടെ അനുവിനോട് എന്ന പോലെ സംസാരിക്കുന്നത് ശാലിനി വിഷ്ണുവിനോട് തന്നെയാണ്. അത് വിഷ്ണുവിന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതേ സമയം അവിടെ ശാന്തയാണെങ്കിൽ കുഞ്ഞിനെ സത്യ എങ്ങോട്ട് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഗോപാലകൃഷ്ണൻ അവിടെ ഇരിപ്പുണ്ട്. അന്നേരം മോളെ ഇന്ന് ആരാ ഒരുക്കി തന്നതെന്ന് ചോദിക്കുമ്പോൾ ശാരദാമ്മയാണ്. മുടിയൊക്കെ കെട്ടിത്തന്ന ആരാന്ന് ചോദിക്കുമ്പോൾ ഇത് ശാന്തേച്ചിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം നനവ് ഇതിലുണ്ടല്ലോ എന്ന് ഗോപാലകൃഷ്ണൻ പറയുകയാണ്. അന്നേരം എന്നും അമ്മയാണ് കെട്ടിത്തരുന്നത്, ഇപ്പോൾ അമ്മ ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം മോളുടെ അമ്മ എവിടെ പോയതാണെന്ന് മോൾക്കറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മ ട്രെയിനിങ്ങിനായിട്ട് ഗോവയിൽ പോയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാണെന്ന് ഈ കുട്ടി പറയുന്നുണ്ട്. അന്നേരം അമ്മയുടെ ജോലി എന്താണെന്ന് മോൾക്ക് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ശാന്ത ഇതൊക്കെ ശ്രദ്ധിക്കുകയാണ്. അന്നേരം ജില്ലാ കളക്ടറല്ലേ, പക്ഷേ ഗവൺമെൻറ് ജോലിയാണെന്ന് എല്ലാവരോടും പറഞ്ഞാൽ മതി എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നതെന്ന്. അന്നേരം അമ്മ തന്നെയാണോ മോളോട് ഫോൺ വിളിച്ച് പറഞ്ഞത്, ട്രെയിനിങ്ങിന് പോയി എന്നൊക്കെ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. അന്നേരം കള്ളം പറയുന്നവരെ മോൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവരെ എനിക്ക് ഈ സത്യയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല, അങ്ങനെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എങ്കിൽ ഇന്ന് മുതൽ മോളുടെ അമ്മയും മോൾക്ക് ഇഷ്ടമാകരുത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് ഈ കുട്ടി ഇങ്ങനെ അന്തം വിട്ട് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ്മ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് കുട്ടി അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് ഗോപാലേട്ടൻ എന്തൊക്കെയാണ് കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മലയാളം എന്താ നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ പറയാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്വന്തം അമ്മയുടെ കുറ്റവും കുറവൊക്കെയാണോ പറഞ്ഞു കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശാന്തയോട് കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പറയുകയാണ്. തുടർന്ന് ശാന്തയാണെങ്കിൽ കുട്ടിയെയും കൊണ്ട് സ്കൂളിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും സത്യടാറ്റയൊക്കെ പറയുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട് ഇതെന്തായാലും മോശമായി പോയി എന്ന് പറയുമ്പോൾ പിന്നെ ലോകത്തിലെ സകല കഥയും തിരക്കഥയും ഒക്കെ കണ്ട് പിന്നെ അവൾക്ക് സ്തുതിഗീതം പാടാനായിട്ടൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ്. നല്ല സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊന്നും പറ്റില്ല. അവളെ പണ്ടേ നടതള്ളി ആ വീട്ടിലേക്ക് അവളൊരു വീട്ടുവേല കാര്യയെ പോലെ പോയി നിൽക്കുന്ന എന്തിനാണ്, സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പോലും അവർക്ക് സമയമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഗോപാലേട്ടൻ ഒരു കാര്യം ഓർക്കണം, നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് സത്യമോളെ ഇവിടെ ഏൽപ്പിച്ചിട്ട് അവൾ പോയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി മറന്നുപോയി, ശ്യാമയെ നോക്കാനാണ് അവൾ പോയി നിൽക്കുന്നത്. സത്യമോളെ പോലെ തന്നെയാണ് ശ്യാമയെ
അവൾക്ക് ശാലിനിക്ക് ശ്യാമയും അതൊന്നും മറന്നു പോകല്ലേ. പിന്നെ ഗോപാലേട്ടനെ പോലെ ആൺപെൺ വ്യത്യാസമുള്ള ഒരാൾക്കും അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഒരു കാലത്തും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശാരദാമ്മ അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങുന്നുണ്ട്. ഇതേസമയം വിഷ്ണു ആണെങ്കിൽ അകത്തു നിന്ന് ഉമ്മറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാർത്തിക അവിടെ സോപാനത്തിൽ നിന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കി ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ ദൂരെ നിന്ന് കാർത്തികയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ പോകുന്ന തലേ ദിവസം രാത്രി കാർത്തികയും കൊണ്ട് സത്യഭാമ റൂമിലേക്ക് വന്നതും ഇവളും ശാലിനിയും തമ്മിൽ തൂക്കി നോക്കിയാൽ തങ്കമാണ് കാർത്തിക, ഇവളാണ് ഈ വീടിൻ്റെ മരുമകൾ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് വിഷ്ണു ഇങ്ങനെ കാർത്തികയെ തന്നെ നോക്കിയ ദേഷ്യത്തോടെ നോക്കി നിന്നിട്ട് കാർത്തികയുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷേ കാർത്തിക വിഷ്ണു വന്നതൊന്നും അറിയുന്നില്ല. ഇത്രയുമാണ് പുതിയ എപ്പിസോഡിൽ കാണിക്കുന്നത്. അന്നേരം കാർത്തികയിലൊരു സംശയം വിഷ്ണുവിനവിടെ തോന്നുന്നുണ്ട്. പക്ഷേ കാർത്തികയോട് ചോദിക്കുമ്പോൾ കാർത്തിക വിലക്കം മറിയുന്നതും അങ്ങനെയുള്ള സീനുമൊക്കെയാണ്. അപ്പോൾ ബാക്കി അടുത്ത എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.